ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ല എല്ലാവർക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരാളെ തവണ പെൽച്ചക്ക് എണീച്ചിട്ട് ഐസ് തിന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ അജുവിന് നോമ്പുള്ള ദിവസമാണ് കിട്ടുന്നത്. അപ്പോൾ അജു ഇടക്കിടക്ക് നോമ്പ് എടുക്കലുണ്ട്. അപ്പോൾ ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഐസ് തിന്നാണേ. ഇനി പിന്നെ രാത്രിക്ക് നോമ്പുറക്കുമ്പോൾ പിന്നെ എല്ലാം പാടായിട്ട് പിന്നെ ഇത് നല്ല സ്പേസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇരുന്ന് തിന്നാണ് കേട്ടോ അവര്. ഇത് തലേ ദിവസത്തെ വത്തക്ക വെള്ളം ഉണ്ടാവുമല്ലോ ബാക്കി ജ്യൂസ് അടിച്ചത്, അത് വെല്ലെ ഐസാക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ച് വെച്ചതാണ് കേട്ടോ അവന്. അപ്പം ഇന്ന് പെൽച്ചക്ക് എണീച്ച മുതലുള്ള കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഒരാൾ വേദനമത്തന്നെ ഇരുന്നിട്ടാണ് ഐസൊക്കെ തിന്നുകൊണ്ടിരിക്കുന്നത്. ഞാനാണെങ്കിൽ പെൽച്ചക്ക് എണീച്ചാൽ വെള്ളം കുടിച്ചാലാണ് കേട്ടോ എൻ്റെ ടാസ്ക്. ഒരുപാട് വെള്ളം കുടിച്ചു, പക്ഷെ എന്നാലും വൈകുന്നേരം ആകുമ്പോഴത്തേനൊക്കെ ആകെ തളർന്ന് ഒരുമാതിരി ഇതാവും കേട്ടോ. കുറേ വെള്ളം കുടിച്ചാൽ തളരൂലെന്നൊക്കെ ഞാൻ വിചാരിക്കും, പക്ഷെ അങ്ങനെയൊന്നുമല്ല. അതൊരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേന് ആ വെള്ളത്തിൻ്റെ ഗ്യാരണ്ടിയൊക്കെ കഴിയുമല്ലോ. പിന്നെ അങ്ങനെ അങ്ങോട്ട് ഒപ്പിക്കലാണ് കേട്ടോ. അപ്പം എൻ്റെ വെള്ളം കൂടി നടക്കുന്നുണ്ട്, ഓൻ്റെ ഐസ് കയറ്റി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ ഞാൻ പെൽച്ചക്ക് എണീച്ച പാടൊന്നും പാത്രം കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായില്ല. കുറച്ച് എഡിറ്റിംഗ് പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പെൽച്ചക്ക് എണീച്ചിട്ട് അങ്ങോട്ട് ഉറങ്ങലില്ല കേട്ടോ. കാരണം എഡിറ്റിംഗ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ രാവിലെയാണ് ചെയ്യൽ. ചില ദിവസങ്ങൾ ഉറങ്ങും. അപ്പോൾ ഇന്ന് ഞാൻ പാത്രം അപ്പം കഴുകിയിട്ടുണ്ടായില്ല. അപ്പോൾ രാവിലെ അപ്പോൾ കണ്ടൊക്കെ കണ്ടു തുടങ്ങി. അപ്പം ഇനി വേഗം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിരിക്കട്ടെ. അപ്പം അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ തലേ ദിവസം കഞ്ഞി വെച്ച മങ്കുടുക്ക വരെ കഴുകി കൗത്തി വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ മുറ്റത്തൊക്കെ ഇറങ്ങാൻ 2-3 ദിവസമായി അടിച്ചു വരിട്ട് കേട്ടോ. ഇന്നലെ ആണെങ്കിൽ നല്ലൊരു കാറ്റൊക്കെ ഉണ്ടായിന്. അത്യാവശ്യം പൊഴിയാനുള്ള ഇലകളൊക്കെ പൊഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഒന്ന് അടിച്ചു വരിയിട്ട് അങ്ങോട്ട് ചുട്ട് കരിയിച്ച് കളയണം. അങ്ങനെ മുറ്റത്തിലെ ഇലകളൊക്കെ ഞാൻ പെറുക്കി കൊണ്ടുവന്ന് അവിടെ ചുട്ടിക്കണേ. നേരെ മുന്നിൽ ചുടരുത് എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുന്നിലല്ല, സൈഡിൽ കൊണ്ടുപോയിട്ട് ഞാൻ ചുട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ബാക്കിക്ക് കുറേ അധികം ഇലകളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ബാക്കിൽ കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണേനും. അപ്പോൾ മുന്നിൽ അവിടെ ചുട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ വെയിലൊക്കെ വന്ന് തുടങ്ങി. മക്കളൊന്നും എണീച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് ആ നേരത്തെ പോലെയൊന്നും കാണാത്ത. പിന്നെ എല്ലാവരും പെൽച്ചക്കൊക്കെ എണീച്ചാൽ കിടക്കും. നിയമോചന പോലൊന്നും ചില ദിവസങ്ങൾ പെൽച്ചക്ക് എണീക്കൊന്നുമില്ല കേട്ടോ. അങ്ങനെ എനിക്ക് ഏറ്റവും ടാസ്ക് ആയിട്ട് തോന്നാറുള്ള അലക്കലൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. വെയിൽ വരുന്നതിന് മുന്നേ അലക്കൽ ആദ്യം ഞാൻ കഴിക്കും. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ തൊടിയും കാര്യങ്ങളൊക്കെ കേട്ടോ. പാത്രങ്ങൾ വേഗം കഴുകിയേക്കും. അല്ലെങ്കിൽ പിന്നെ കാക്കച്ചികൾ വന്നിട്ട് അയിമ ഒരു പാത്രം കഴുകുക എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ അലമ്പാക്കി പിന്നെ നമുക്ക് ഇരട്ടി പണി വയ്ക്കും. പിന്നെ എപ്പോൾ കാണുന്ന ആ ഒരു 2 പാത്രം എന്താണെന്ന് വെച്ചാൽ നിയമൂക്കും ജനുക്കും ഞാൻ കുറുക്കുണ്ടാക്കി കൊടുത്തതാണ്. അജുക്ക് നോൽമ്പുണ്ടല്ലോ. അപ്പോൾ ഒൽക്ക് രാവിലെ അത് മതി പറഞ്ഞിട്ട് അതൊക്കെ ഉണ്ടാക്കി കൊടുത്തിന് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ കുളിയും കഴിഞ്ഞ് മാറ്റി സുന്ദരനായി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ സ്ഥലം വരെ പോകാനാണ്. അപ്പം എങ്ങോട്ടാണ് പോയിന്ന് വെച്ചെങ്കിൽ ടൈലെടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഹോൾസെയിലായിട്ടൊക്കെ കൊടുക്കണ, ഹോൾസെയിലും റീറ്റെയിലൊക്കെ ആയിട്ട് കൊടുക്കണ അങ്ങനെ ഒരു ഷോപ്പിലാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്, ഇടയ്ക്കരയുള്ള. അപ്പോൾ അവിടെ പോയപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ എടുത്തതാണ് കേട്ടോ. വീഡിയോ ഒന്നും ഞാൻ അധികം എടുത്തിട്ടൊന്നുമില്ല. പിന്നെ എന്തൊക്കെയാണ് എടുത്തത് എന്നുള്ളത് ഞാൻ വീഡിയോയിൽ വയ്യേ കാണിച്ചു തരാം കേട്ടോ. മനസ്സിനോട് പറയൂ, തിരുമ്പലും ഉമ്മയാണ്, ഞാനല്ല. അതുകൊണ്ട് തൽക്കാലം ഊരിടാൻ പറയാം മനസ്സിനോട്. അജും പോന്നിട്ടുണ്ടേനി കേട്ടോ ടൈലെടുക്കാൻ. ഓനും നോൽമ്പ് നോറ്റിട്ടുണ്ടേനല്ലോ. ഓനും നല്ലപോലെ കുഴങ്ങിയിട്ടുണ്ട്. അപ്പോൾ പോയ ഫാനും കുപ്പായം കൂടി ഊരിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതാണ് ഓനോട് പറഞ്ഞത്. ഓന് ഊരിടാൻ പറഞ്ഞപ്പോൾ എന്താണാവുമ്പോൾ മനസ്സിന് തോന്നണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതാണ് മനസ്സിനോട് പറയാം, ഞാനല്ല അലക്കല്, ഉമ്മച്ചിയാണ് അലക്കല്, അതുകൊണ്ട് ഊരിടണം എന്ന് പറയുന്നൊക്കെ പറഞ്ഞതാണ്. ഇന്ന് ഞാനും നല്ലപോലെ അങ്ങോട്ട് കുഴങ്ങിയിട്ടുണ്ടേനി കേട്ടോ. കാരണം പോയതും വെയിലുണ്ടാ, വന്നതും വെയിലുണ്ടാ. അപ്പോൾ പിന്നെ ഭയങ്കര തലവേദനയും അങ്ങനെ ഒക്കെ കേട്ടോ. ഒന്നും ഉണ്ടാക്കാനൊന്നും തോന്നുന്നുണ്ടായില്ല.
അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് ഇനി പൊരിയും വേണ്ട ഒന്നും വേണ്ട, നമുക്ക് കഞ്ഞി വെക്കാം എന്നൊക്കെ പറഞ്ഞു. ഓൽക്ക് പൊരി ഉണ്ടാക്കണം, സമൂസ ഉണ്ടാക്കണം, ഞങ്ങൾ സഹായിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഓല് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇതിനൊരുങ്ങിയതാണ്. അപ്പോൾ ഓലോട് ഞാൻ വല്ല ഉള്ളിൻ്റെ തൊലിയൊക്കെ ഒന്ന് കൈ കൊണ്ട് പൊളിച്ചു തന്നാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കത്തിയും കൂടുവാളും എടുത്തൊന്നും പിന്നാലെ കൂടാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഓല് കത്തിയൊക്കെ എടുത്തിട്ടുണ്ടായിനി. അത് പിന്നെ അധികം മൂർച്ചയില്ലാത്ത കത്തിയാണ് കേട്ടോ. അപ്പം ഓലും സഹായിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് കൂടിയതാണ്. ടൈല് നമ്മൾ മുഴുവനായിട്ടൊന്നും ഇടണില്ല കേട്ടോ, ഫുള്ളായിട്ട് ഇപ്പിടാൻ കഴിയൂല. അപ്പോൾ ഇപ്പോൾ നമ്മൾ വെള്ള സിങ്കിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, കൗണ്ടർ ടോപ്പും ആ ഒരു ഭാഗവും പിന്നെ ഒരു ബാത്റൂമിനും മാത്രമാണ് കേട്ടോ ടൈലെടുത്തത്. നമ്മൾ സെലക്ട് ചെയ്തുങ്ങാണ്ട് പോരാണ് കേട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ, പിന്നെ ഒരു വീട്ടിൽ എത്തിച്ചു തരും, അങ്ങനെയാണ്. അപ്പം ഞങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോമ്പിന് തന്നെ പോയി. ഇനി നോമ്പ് കഴിഞ്ഞാൽ പിന്നെ അധികം ദിവസങ്ങളില്ല, നമ്മൾ നോമ്പിൻ്റെ മുന്നേ കയറണം എന്ന് പറഞ്ഞ്. ഇനിയിപ്പോൾ നോമ്പ് കഴിഞ്ഞ ഉടനെ ഇൻഷാ അള്ളാ മഴക്കാലം ആവണതിന് മുന്നേ എന്തായാലും കയറണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഏതായാലും ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും, നമ്മൾ വിചാരിച്ച മാതിരിയൊക്കെ നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഫുള്ള് പണിയൊന്നും കഴിയാൻ കാത്തിക്കണില്ല കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അടിയിടലാണല്ലോ മെയിൻ പണി, അതിനിപ്പോൾ സാവധാനമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ആ ഒരു സിങ്കിൻ്റെ അവിടേക്ക് ഒന്ന് ശരിയാക്കിയിട്ട് സിങ്കൊക്കെ ഒന്ന് വെച്ചിട്ട് പിന്നെ 2 ഭാഗം വാതിലും വെച്ച് ഇൻഷാ അള്ളാ നമുക്ക് അതിലേക്കാണ് കയറി കൂടണം. തേപ്പ് കയ്യലാണല്ലോ മെയിൻ ടാസ്ക്. അപ്പം അത് ഏതായാലും കഴിഞ്ഞിട്ടിരിക്കണ്. തേക്കുമ്പോൾ പിന്നീട് വെള്ളമൊക്കെ ആകുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ താമസിക്കുമ്പോൾ ബുദ്ധിമുട്ടാവും എന്നുള്ളതൊക്കെയാണ് എനിക്കുള്ളൊരു ബേജാറ് കേട്ടോ. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. ടൈലും കാര്യമൊക്കെ പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ വന്നത്. ടൈലും അതേപോലെ തന്നെ സിങ്കും അവിടെ നിന്ന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം അത് പിറ്റേ ദിവസമാണ് വന്നത്. ഞാനത് ഈ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയെന്നുള്ളൂ. ഞാൻ ആൾ കാണാതെ ഇങ്ങനെ ഒളിച്ചും പാത്തൊക്കെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അറിയാത്ത ഒരാളെയൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അത്ര നല്ലതല്ലല്ലോ, അവർക്ക് ഇഷ്ടം ഉണ്ടായിക്കൊള്ളണം ഇല്ലല്ലോ. അപ്പോൾ അതാ ഞാൻ സിങ്കൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ചതുരത്തിലുള്ള സിങ്കാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം, വട്ടത്തിലുള്ള വേണ്ട ചതുരത്തിൽ, ഇപ്പം എല്ലായിടത്തും അങ്ങനെയാണല്ലോ കാണുന്നത്. അപ്പം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായപ്പോൾ പിന്നെ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഒപ്പം എന്താ ഈ സ്ട്രെയിനർ പോലത്തെ ഈ ഒരു സാധനമൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിന് ഇതൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ, പൈപ്പൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ അതിൻ്റെ വാൽവ് അങ്ങനെ എന്തൊക്കെ സാധനങ്ങളൊക്കെ അതിലുണ്ട്. ഇതൊക്കെ നമ്മളെ വീട്ടിൽ ആദ്യമായിട്ടുള്ള കാഴ്ചയല്ലേ. അപ്പോൾ ഓൾക്ക് നല്ല കൗതുകം. ഒരാൾ ഇവിടെ എണ്ണക്കം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പുറത്തെ ആള് അതാ സിങ്കിന്റെ അതിലൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കളിച്ചാനും മാതാനൊക്കെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കണൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് നോമ്പ് തുറക്കാനും മക്കളും കൂടി തന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ അതാ സമൂസയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ ഭയങ്കര തലവേദനയിന് അന്ന് ആ വെയിലും കൊണ്ട് പോയിട്ട്. പിന്നെ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ വീഡിയോ എടുക്കാനൊന്നും വെയ്ക്കണുണ്ടായില്ല കേട്ടോ. അതിൽ പിന്നെ ഞാൻ വേഗം പണികൾ വെക്കുകയാണ് ചെയ്തത്. പിന്നെ കുഞ്ഞുട്ടി കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് കറി വെച്ചു. പിന്നെ അതാ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിന്, പക്ഷെ ഉപ്പിടാൻ മറന്നിട്ടുണ്ടേന് കേട്ടോ. അങ്ങനെ ഒരു കിളി മാറിയ ദിവസം അന്ന് വെയിലൊക്കെ കൊണ്ടിട്ടേ, അപ്പോൾ ഉപ്പിടാനൊക്കെ മറന്നിട്ടുണ്ടേന്. പിന്നെ ഞാൻ ചിക്കൻ കറിയിൽ കുറച്ച് ഉപ്പ് കുറച്ച് തോരട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ആയിട്ട് കഴിക്കാൻ കേട്ടോ ചെയ്തിട്ടുണ്ടേനി. അതാ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടേനു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ, ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിക്കണമെങ്കിലേക്ക് ചെയ്യണേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.